ചെറിയൊരു വെയിലൊക്കെ തെളിഞ്ഞ് കാണുമ്പോൾ ഒരു സമാധാനമാണ്. പക്ഷേ നാട്ടിലെ അവസ്ഥ അങ്ങനെയല്ല. മഴ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ പേടിയാണ്. ഞാനൊരു ചെറിയ അപ്ഡേറ്റ് ആയിട്ട് വന്നതാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ വയനാട്ടിലേക്ക് 4 ലോഡ് സാധനങ്ങൾ കയറ്റിവിട്ടിട്ടുണ്ട് 31-ാം തീയതി. നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ കൂടെ പറയാം. വിലങ്ങാട്, കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്. ഞാൻ ഈ കോഴിക്കോട് ജില്ല എന്ന് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പേർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. വിലങ്ങാടും വയനാട്ടിലുള്ളതാണെന്ന്. അല്ല, വയനാട്ടിലല്ല, കോഴിക്കോട് ജില്ലയിലെ വടകര, നാദാപുരത്തിനൊക്കെ അടുത്തുള്ള സ്ഥലമാണ്. അവിടെയും സിറ്റുവേഷൻ അതിഭീകരമാണ് കേട്ടോ. ഈ വയനാടുണ്ടായ അതേ ഭീകരമായ അന്തരീക്ഷം തന്നെയാണ് വിലങ്ങാട് ഉണ്ടായിട്ടുള്ളത്. ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മിനിറ്റുകൾക്ക് മുമ്പ് ഈ ആൾക്കാരെയൊക്കെ കുറച്ചുപേരെങ്കിലും മാറ്റി താമസിപ്പിക്കാൻ പറ്റി. അതുകൊണ്ട് ഒരു 100ഓളം ജീവനുകൾ രക്ഷിക്കാൻ പറ്റി. പക്ഷേ ഈ മാറ്റി താമസിപ്പിച്ചവരൊക്കെ ഒന്ന് പുറകോട്ട് നോക്കുമ്പോൾ അവർക്കിപ്പോൾ ഒന്നുമില്ല. ഉണ്ടായിരുന്ന വീട്, സ്ഥലങ്ങൾ, സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ മുകളിലോട്ട് നോക്കി നിൽക്കുക. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടിന് ആവശ്യമായ മീഡിയ അറ്റൻഷനോ ഒരു ശ്രദ്ധയോ കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടായി. ഒരു പേടിയുണ്ട് സത്യം പറഞ്ഞാൽ. കാര്യം, വിലങ്ങാടേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട പാലം ഉൾപ്പെടെ 5ഓളം പാലങ്ങൾ പൂർണ്ണമായിട്ട്